ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളുടെയും ഇറാനിന്റെ നിലവിലെ ഭരണ നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് കടുത്ത പ്രസ്താവനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത്. ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇറാന്റെ മുഴുവൻ ഉന്നത രാഷ്ട്രീയ സൈനിക നേതാവും ഒരേ സമയം ഒത്തുകൂടിയ സാഹചര്യത്തെ പരാമർശിച്ചുകൊണ്ട് അവരെയെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമായിരുന്നു എന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് നൽകിയ പ്രത്യേക ടെലിഫോൺ അഭിമുഖത്തിലാണ് ട്രംപിന്റെ ഈ വിവാദ പരാമർശം. അവരെല്ലാവരും അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു, ഒറ്റ ഷോട്ട്, നമുക്ക് അവരെയെല്ലാം ഒന്നിച്ച് ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നു, ട്രംപ് അഭിമുഖത്തിൽ പറഞ്ഞു. എന്നാൽ അമേരിക്ക മനഃപൂർവ്വം അതിൽ നിന്ന് പിന്തിരിയുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ മുഴുവൻ നേതൃത്വത്തെയും വധിച്ചാൽ പിന്നീട് വരാനിരിക്കുന്ന ആണവ കരാർ ചർച്ചയ്ക്കായി US സംസാരിക്കാൻ അവിടെ ആരും അവശേഷിക്കില്ല എന്നതിനാലാണ് ഈ നീക്കത്തിന് മുതിരാത്തതെന്നാണ് ട്രംപിന്റെ വാദം. ഖമേനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ വൻ ജനപ്രവാഹമാണ് ദൃശ്യമായതെങ്കിലും സംസ്കാര ചടങ്ങുകളിൽ ജനങ്ങൾ കൂട്ടത്തോടെ വികാരാതീതരായി കരയുന്ന ദൃശ്യങ്ങൾ കണ്ട് താൻ കടുത്ത ആശ്ചര്യത്തിലാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ഖമേനിയുടെ വിയോഗത്തിൽ തൊട്ടു പിന്നാലെ രാജ്യത്ത് ഒരാഴ്ചത്തെ ഔദ്യോഗിക ദുഃഖാചരണവും അവധിയും പ്രഖ്യാപിച്ച ഇറാന്റെ നടപടിയെ ട്രംപ് നേരത്തെ തന്നെ കടുത്ത ഭാഷയിൽ തന്നെ പരിഹസിച്ചിരുന്നു. നിലവിൽ അതീവ ഗുരുതരമായ സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഇറാൻ തങ്ങളുടെ നിലനിൽപ്പിനായി അമേരിക്കയുമായി ഒരു ആണവ കരാറിലെത്താൻ ഇപ്പോൾ യാചിക്കുകയാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഖമേനിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചടങ്ങുകൾ അവസാനിക്കുന്നത് വരെ ഇരുഭാഗവും ആണവ ചർച്ചകൾക്ക് താൽക്കാലികമായി അവധി നൽകിയിരിക്കുകയാണ്. ഈ ഔദ്യോഗിക ദുഃഖാചരണ സമയത്ത് പരസ്പരം സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഇരുപക്ഷവും തമ്മിൽ കൃത്യമായ ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ വിഷയത്തിന് പുറമെ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായുള്ള തന്റെ വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ചും തന്ത്രപരമായ ചില വെളിപ്പെടുത്തലുകൾ ട്രംപ് നടത്തുകയുണ്ടായി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി തനിക്ക് വളരെ നല്ല നയതന്ത്ര സൗഹൃദമാണ് ഉള്ളതെന്ന് വ്യക്തമാക്കിയ ട്രംപ്, എന്നാൽ തങ്ങൾക്കിടയിൽ യഥാർത്ഥത്തിൽ ആരാണ് ബോസ് എന്ന് നെതന്യാഹുവിന് കൃത്യമായി അറിയാമെന്ന് തുറന്നടിച്ചുകൊണ്ട് അമേരിക്കയുടെ മേധാവിത്വം വീണ്ടും അടിവരയിട്ടു. വൈറ്റ് ഹൗസിൽ ഒരു അടിയന്തര കൂടിക്കാഴ്ചയ്ക്കായി നെതന്യാഹു ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ട്രംപ് വെളിപ്പെടുത്തി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസ് സിറ്റുവേഷൻ റൂമിൽ വെച്ച് നടത്തിയ ചർച്ചകൾക്ക് ശേഷം ഇരുവരും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയായിരിക്കും ഇത്. ലെബനൻ, ഇറാൻ വിഷയങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ചില നയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ പുതിയ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം അടുത്ത ആഴ്ചയോ അതിനടുത്ത ആഴ്ചയോ ഈ നിർണായക കൂടിക്കാഴ്ച നടക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾ നയതന്ത്ര തലങ്ങളിൽ വലിയ ആശങ്കകൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഖമേനിയുടെ വിയോഗത്തിന് ശേഷം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ആരധികാരമേൽക്കുമെന്നതിനെ കുറിച്ച് പ്രാദേശികമായ ചില രാഷ്ട്രീയ ചലനങ്ങളാണ് നടക്കുന്നത്. ഇതിനിടയിൽ മുജ്തബ ഖമേനിയുടെ ഭാര്യ കൊല്ലപ്പെട്ടതായും സംസ്കാര ചടങ്ങുകളിൽ പുതിയ പരമോന്നത നേതാവിന്റെ ഭാര്യയുടെ പേര് പരാമർശിക്കപ്പെട്ടതായും ചില അടിയന്തര റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറുഭാഗത്ത് സൗദിക്കും ഇസ്രായേലിനുമെതിരെ യമനിലെ ഹൂതി വിമതന്മാർ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വ്യോമാതിർത്തി ലംഘിച്ച് ഇറാനിൽ നിന്നുള്ള വിമാനം ആക്രമിക്കാൻ വിദേശ ശക്തികൾ ശ്രമിച്ചെന്നാണ് ഹൂതികളുടെ പ്രധാന ആക്ഷേപം. ഇതിനു പുറമെ ഒമാൻ തീരത്ത് നിന്നും തന്ത്രപരമായ ഹോർമൂസ് കടലിടുക്ക് ലക്ഷ്യമാക്കി വന്ന കപ്പലുകൾ ഇറാൻ സൈന്യം ശക്തമായ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അവ തിരിച്ചുപോയതായും റിപ്പോർട്ടുകളുണ്ട്. ഈ സങ്കീർണമായ പ്രാദേശിക സാഹചര്യത്തിലാണ് ട്രംപ് നടത്തിയ വൺ ഷോട്ട് പരാമർശം മേഖലയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ പ്രവചനാതീതമാക്കുന്നത്.